പിന്നെ നമ്മളോട് കുറച്ച് പേരൊക്കെ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് ഹെയർ കട്ട് ചെയ്തിട്ട് എത്ര മാസമായി മുടി വളർന്നോ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പാക്കാണ്. ഹെയറിന്റെ ഡ്രൈനസ് മാറ്റാനും ഇത് നന്നായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ മുടി സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതി മാത്രമേ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളൂ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മുടെ ഹെയർ കെയറിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം വിന്റർ സീസൺ, ഈ ഒരു തണുപ്പ് സമയത്ത് നമ്മുടെ മുടിയിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്പ്ലിറ്റൻസ്, ഹെയർ ഡ്രൈ ആവുക, ഹെയർ പൊട്ടിപ്പോവുക. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിനെ മൊത്തത്തിൽ ഡാമേജ് ആക്കുന്നത്, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബാധിക്കുന്ന 3 പ്രശ്നങ്ങളാണ് ഇത്. അപ്പോൾ ഇത് 3 മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ചെയ്യുന്നുണ്ട്, അപ്പോൾ അറിയാത്തവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഹെയറിൻ്റെ ഡ്രൈനസ് കുറയ്ക്കാൻ, സ്പ്ലിറ്റൻസ് വരാതിരിക്കാനായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള പാക്കും കൂടി ഞാൻ ഇന്ന് മുടിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാക്ക് ഹെയറിന് ഡ്രൈനസ് ഉള്ളവർക്ക്, സ്പ്ലിറ്റൻസ് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാം, നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ കുറച്ച് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി, മുടി വളർന്നോ, മുടി വളർന്നില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറേ വീഡിയോസിൻ്റെ താഴെയായിട്ട് കുറേ കമൻറ്റുകൾ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം എൻ്റെ ഹെയറിന് ചേഞ്ച് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്ലിറ്റൻസിന്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഹെയർ കട്ടിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. എല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ കട്ട് ചെയ്തിട്ട് എത്രയായി, മുടി വളർന്നോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ അന്ന് നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്ന ദിവസത്തെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ ഇതിനകത്ത് പറ്റുമെങ്കിൽ ചേർക്കാം കേട്ടോ. അന്നിട്ട് അതേ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇന്നും ഇട്ടിട്ടുള്ളത്, കാരണം ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അന്ന് പിന്നെ ഞാൻ അളന്നൊന്നും വെച്ചില്ല, അതുകൊണ്ട് ഇത്ര അളവ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിലും വീഡിയോസൊക്കെ കാണും, വീഡിയോസും ഫോട്ടോസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ 9 മാസമായിട്ടോ. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് അത്യാവശ്യം നന്നായിട്ട് കയറ്റിയിട്ടാണ് വെട്ടിയിട്ടുണ്ട്, ഷോൾഡറിന്റെ ഒപ്പമാണ് ഞാൻ അന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പേരൊക്കെ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ട് വിഷമമുണ്ടോ, ലോങ് ഹെയർ തന്നെയായിരുന്നോ നല്ലത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ വിഷമവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ലോങ് ഹെയറും ഇഷ്ടമാണ്, ഷോർട്ട് ഹെയറും ഇഷ്ടമാണ്. എനിക്ക് രണ്ടും സ്യൂട്ട് ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ട് അജിക്ക് ലോങ് ഹെയർ തന്നെയാണ് നല്ലത്, അത് മുടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. എനിക്ക് മുടി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ലോങ് ഹെയറും ഇഷ്ടമാണ്, ഷോർട്ട് ഹെയറും ഇഷ്ടമാണ്, രണ്ടും എനിക്ക് സ്യൂട്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ഹെയർ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോർട്ട് ഹെയർ ആണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ എനിക്ക് ഹെയർ കട്ട് ചെയ്തതിൽ എനിക്ക് ഒരിക്കലും വിഷമമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയാണ്, അത് നമ്മൾ ചെറിയൊരു കെയറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ മുടി മുറിച്ചു ഇനി വളരില്ല അങ്ങനത്തെ ടെൻഷനൊന്നും എനിക്കില്ല കേട്ടോ. എൻ്റെ മുടി വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതങ്ങനെ മൊത്തമായിട്ട് എന്താ പറയുക ഹെയർ കെയർ ഫുള്ളായിട്ട് അങ്ങനെയല്ല, ചെറിയൊരു രീതിയിലുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹെയർ കട്ട് ചെയ്ത വീഡിയോ കണ്ടു, ഇനി ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഹെയർ കാണിച്ചു തരാം കേട്ടോ. മുടി വളർന്നോ ഇല്ലേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് അത്യാവശ്യം നമ്മൾ ഓരോ ഷോൾഡറിൻ്റെ ഒപ്പമാണ് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് ലെങ്ത്ത് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അളന്ന് വെക്കാത്തതുകൊണ്ട് ഇത്ര അളവ് എന്നൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല, എങ്കിലും 9 മാസം കൊണ്ട് എനിക്ക് അത്യാവശ്യം മുടിക്ക് ലെങ്ത്ത് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുടിയുടെ ഉള്ളു പറയുകയാണെങ്കിൽ എനിക്ക് അന്ന് ഉണ്ടായിരുന്ന അതേ ഉള്ളു തന്നെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഉള്ളു അങ്ങനെ കുറയോ ഒരുപാട് കൂടുമോ അങ്ങനെയൊന്നും ഉള്ളിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ തിക്നെസ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന അതുപോലെ തന്നെയാണ്, ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു ഹെയർ കെയറും കാര്യങ്ങളും ഞാൻ ചെയ്തില്ല എന്നാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു തിക്നെസ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് ഒരുപാട് തിക്നെസ് ഉണ്ട് എന്നല്ല, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു തിക്നെസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ട് 9 മാസം കൊണ്ട് എൻ്റെ മുടി ഇത്രയാണ് കേട്ടോ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ റിസൾട്ട് ഞാൻ എടുത്ത് കാണിക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വീഡിയോയുടെ താഴെ ഞാൻ കുറച്ച് കമൻറ്റുകൾ കാണുന്നുണ്ട്. ചേച്ചി ഏതെങ്കിലും ഒരു പാക്ക് പറഞ്ഞുതരുമോ, പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനുള്ള ഒരു പാക്ക് പറഞ്ഞുതരുമോ എന്നുള്ളത്. അവർ ചോദിച്ചവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല കേട്ടോ, അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ റിസൾട്ട് തന്നെ കാണിക്കാൻ കാരണം നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്ന ആദ്യം മുതലേ വീഡിയോസ് കണ്ടുവരുന്നവർക്ക് ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ ഈ ഒരു കാര്യം എപ്പോഴും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് ഉപയോഗിച്ചതുകൊണ്ടോ ഏതെങ്കിലും ഒരു റുട്ടീൻ ഒരു മാസം ഫോളോ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് കൂടിയ അളവിൽ മുടി വളർത്തിയെടുക്കാനൊന്നും ഒരിക്കലും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ റിസൾട്ട് കാണിക്കുന്ന സമയത്ത് ആ 9 മാസം എന്നുള്ളത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്. 9 മാസം കൊണ്ട് എനിക്ക് ഇത്ര അളവിലാണ് മുടി വളർന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ അളവിൽ തന്നെ മുടി വളരണമെന്നില്ല. ചിലർക്ക് ഇതിൽ വെച്ച് കുറച്ച് കുറയാം, കുറച്ച് കൂടാം. അതിൽ വെച്ച് ഒരുപാട് അളവിലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. 9 മാസം കൊണ്ടൊക്കെ ഇത്ര അളവിൽ മാത്രമേ നമുക്ക് മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നിങ്ങൾ ഏത് പാക്ക് ഉപയോഗിച്ചോട്ടെ, ഏത് എണ്ണ ഉപയോഗിച്ചോട്ടെ, അതുകൊണ്ടൊന്നും ഒറ്റ യൂസിലൊന്നും നമുക്ക് കൂടിയ അളവിൽ ഒരിക്കലും മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ റിസൾട്ട് തന്നെ ഞാൻ ഉൾപ്പെടുത്തിയത്. പിന്നെ നമ്മുടെ മുടി വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ചും നമ്മുടെ പാരമ്പര്യം അനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാം, പിന്നെ എന്തിനാ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നത്, ഹെയർ കെയർ ഒന്നും ചെയ്യാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കും. അങ്ങനെയല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി സ്പ്ലിറ്റ് ആയിട്ടും മുടി പൊട്ടിപ്പോയിട്ടും നമ്മുടെ ഉള്ള മുടി നമ്മുടെ പോയി പോകും. അപ്പോൾ അത് പോവാതെ നമ്മുടെ വളരുന്ന മുടിയെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വലിയ കാര്യമായിട്ട് എപ്പോഴും ഹെയർ കെയർ ചെയ്യണം എന്നല്ല പറയുന്നത്. ചെറിയ രീതിയിൽ ഒരു കെയർ കൊടുക്കും. നമ്മുടെ ശരീരമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിലും ചെറിയ ചെറിയ കെയറുകളും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മുടെ ഹെയറിൽ എന്തായാലും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട്. ഞാൻ ഒന്നും കൂടി പറയാണ്, 9 മാസമായി നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ട് 9 മാസം കൊണ്ട് എൻ്റെ മുടിയിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചോദിച്ച കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ട് കാണിക്കാന്നൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളിങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഞാൻ പറഞ്ഞല്ലോ സ്പ്ലിറ്റൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു തണുപ്പ് സമയത്ത് സ്പ്ലിറ്റൻസ് സാധാരണയായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒന്ന് ഹെയർ കട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ട് 2 മാസമായി. ഞാൻ അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഈ ഒരു വിൻ്റർ സീസൺ ഒന്നും അല്ലാത്ത സമയത്ത് ഞാനൊരു 3 മാസമൊക്കെ കൂടുമ്പോഴാണ് ഹെയറിൻ്റെ അറ്റം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ 2 മാസത്തിൽ തന്നെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ മുടി ഒരുപാടൊന്നും സ്പ്ലിറ്റ് ആയിട്ടില്ല, എങ്കിലും ചെറിയ രീതിയിലുള്ള സ്പ്ലിറ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ചിലവരൊക്കെ ഹെയറിന് അത്യാവശ്യം നല്ല ലെങ്ത് വരട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാതെ വിടും. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കട്ട് ചെയ്യുന്ന മുടിയേക്കാളും കൂടുതൽ നമ്മുടെ മുടി പൊട്ടിപ്പോകും. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ ഹെയറിൻ്റെ അറ്റം ഒരുപാടൊന്നും വെട്ടണമെന്നില്ല, മുടിയുടെ അറ്റം ചെറുതായിട്ട് നിങ്ങളൊന്ന് വെട്ടിക്കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ കൊണ്ട് കട്ട് ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി മുമ്പിലേക്ക് ഇട്ടിട്ട് ഒരു ബണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. കാരണം നമ്മൾ അറ്റം ചെറുതായിട്ടല്ലേ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഹെയർ ലെവൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഓരോ സെക്ഷനായിട്ട് എടുക്കുക. എന്നിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. മുടി ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് മുടി ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് മുകളിലേക്ക് മുടി നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് ഒന്ന് പൊക്കി കൊടുക്കുക. പൊക്കി കൊടുക്കാൻ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വിഷ്വലിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടിയ മുടി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ പൊട്ടിയ മുടി നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊട്ടിയ മുടിയിലും എന്തായാലും സ്പ്ലിറ്റൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ ലെവൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിലെ സ്പ്ലിറ്റൻസ് ഉള്ള എല്ലാ ഹെയറും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. മൊത്തം കിട്ടിയില്ലെങ്കിലും ഒരു കുറച്ചെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ഒരു ദിവസം സ്പ്ലിറ്റൻസിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. ഒരു 2 മാസത്തിലോ 3 മാസം കൂടുമ്പോഴോ ഈ ഒരു ഇതിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെക്കുക. എന്നിട്ട് ആ ഹെയറൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഒരുപാട് ഹെയർ ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വലിയ സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ല. പക്ഷേ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്പ്ലിറ്റൻസ് വന്നിരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഹെയർ കട്ട് ചെയ്ത് കളയാന്നല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. വേറെ ഒരു പാക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്പ്ലിറ്റൻസ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് ആയിട്ടുള്ള മുടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി മുടി സ്പ്ലിറ്റ് ആയിട്ടില്ലെങ്കിൽ കൂടിയും ഒരു 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് അളവിൽ മുടി മുറിച്ച് കളയണം എന്നല്ല പറയുന്നത്. ചെറിയ രീതിയിൽ നമ്മുടെ മുടിയുടെ അറ്റം നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുടിയിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനും ഫ്രിസ്നെസ് കുറയ്ക്കാനും മുടി പൊട്ടി പോവാതിരിക്കാനും സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഹെയറുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്ക് ആയിരിക്കും കേട്ടോ. നമ്മുടെ ആ ഒരു മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പാക്ക് തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്താൽ മതി. അപ്പോൾ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവേറയാണ്. അപ്പോൾ അലോവേറ ഞാൻ വാങ്ങിക്കുന്ന അലോവേറയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വാങ്ങിക്കുന്ന അലോവേറ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെയറിലേക്കുള്ള അലോവേറ തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിലാണ് ഞാനിവിടെ അലോവേറ എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരുപാട് ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 4 സ്പൂണോ 5 സ്പൂണോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് സ്കാൽപ്പിൽ മാത്രമല്ലല്ലോ മുടിയിലും കവർ ചെയ്ത് തേക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മുടിയുടെ അളവിലാണ് ഞാനിവിടെ 3 സ്പൂൺ അളവിൽ എടുക്കുന്നത്. അപ്പോൾ മുടി കുറവുള്ളവരൊക്കെ ആണെങ്കിൽ 3 സ്പൂൺ എടുത്താൽ മതി. ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. അലോവേറയുടെ കൂടെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നെയ്യാണ് കേട്ടോ. നെയ്യാണ് നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നെയ്യ് ഉപയോഗിച്ചിട്ട് മുമ്പും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 സ്പൂൺ അലോവേറയ്ക്ക് ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് നെയ്യ് എടുക്കുന്നത്. ചെറിയ സ്പൂണാണ് ഞാൻ നിറച്ചും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നെയ്യ് എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ 3 സ്പൂൺ അലോവേറ ആണെങ്കിൽ 2 സ്പൂൺ അളവിൽ നിങ്ങൾ നെയ്യ് എടുക്കുക. അലോവേറ കൂട്ടുന്നതിനനുസരിച്ച് നെയ്യുടെ അളവ് നിങ്ങൾ കൂട്ടുക കേട്ടോ. നെയ്യ് നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഡ്രൈനെസ് മാറ്റാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അലോവേറയും നെയ്യും തമ്മിൽ ചേരുന്ന ഒരു സമയം വരെ സ്പൂൺ കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗീ പാക്ക് മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പാക്കാണ്. നമുക്ക് അരയ്ക്കുകയോ അരിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പാക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈനെസ് മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. പിന്നെ നെയ്യ് നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ എന്തായാലും നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പോൾ നെയ്യ് ഉപയോഗിക്കാൻ പറ്റാത്തവരാണ്, ഹെയറിന് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചേരായികയുണ്ട്, പിന്നെ ചിലവർക്കൊക്കെ ഇങ്ങനെ നെയ്യിൻ്റെ മണമൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ ആ ഒരു സ്മെല്ല് ഇഷ്ടമില്ലാത്തവരാണ്, മുടിയിൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തവരാണ്. പിന്നെ ചിലവർക്ക് വീട്ടിൽ നിന്നൊക്കെ ചീത്ത കേൾക്കൂല നെയ്യൊക്കെ എടുക്കുമ്പോൾ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് നമ്മൾ ചെയ്യുന്നില്ലേ, ആ രീതി തന്നെ നിങ്ങൾ ചെയ്താൽ മതി. വൈറ്റമിൻ ഇ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓയിൽ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ഓയിൽ ചെയ്താൽ മതി. പിന്നെ ഏറ്റവും ബെസ്റ്റ് പാക്ക് ഇതാണ്. ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാട്ടെ. എല്ലാവരോടും നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നെയ്യൊക്കെ അത്യാവശ്യം പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. അപ്പോൾ ചിലപ്പം വീട്ടിൽ നിന്നൊക്കെ ചീത്തയാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഡീപ്പ് ഓയിൽ ചെയ്താൽ മതി. നെയ്യൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക. പിന്നെ നമുക്ക് അന്ന് കഴിഞ്ഞ തവണ നമ്മൾ നെയ്യുടെ പാക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേര് നല്ല മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറിയെന്നുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷമുണ്ട് കേട്ടോ, ഇഷ്ടമായി തേച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക, എന്നിട്ട് മുടിയിൽ നമുക്ക് തേക്കാം. മുടിയിലും ഇന്നത്തെ പാക്ക് തേക്കണം കേട്ടോ. സ്കാൽപ്പിൽ മാത്രം നമ്മൾ തേച്ചാൽ പോരാ, മുടിയിൽ നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പം ഞാനിതാ സ്കാൽപ്പിൽ ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി മുടിയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. മുടിയിൽ തേക്കുമ്പോൾ നമ്മൾ മുടിയുടെ തുടക്കം മുതൽ എൻഡ് വരെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് തേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒന്നിങ്ങനെ ജസ്റ്റ് പിരിച്ചിട്ട് തേക്കണേ നല്ലതാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ട് ഈ പാക്ക് തേക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാതിരിക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ മുടിയുടെ അറ്റത്ത് നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കുക, ഡെയിലി നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുടിയിൽ കൂടുതലായിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരിക. മുടിക്ക് ആ ഒരു മോയ്സ്ചർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോവാനും സ്പ്ലിറ്റ് എൻഡ്സ് വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ റുട്ടീനിൽ എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും മുടിക്ക് നല്ല രീതിയിൽ മോയ്സ്ചർ തരുന്ന, മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാക്കുകൾ നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മൾ ഏത് റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആ ഒരു രീതിയിലാണ് എപ്പോഴും റുട്ടീൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാറുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രാത്രിയിലും കിടക്കുന്ന സമയത്ത് മുടി അഴിച്ചിട്ടിട്ട് കിടക്കരുത്. പിന്നെ നമ്മൾ
പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഡെയിലി ഓഫീസിൽ സ്കൂളിൽ അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ എപ്പോഴും ഇങ്ങനെ അഴിച്ചിട്ടിട്ട് കാറ്റത്ത് ഇങ്ങനെ പാറി പറക്കുന്ന അവസ്ഥയിൽ മുടി ഇട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ മാസത്തിൽ 2 തവണയൊക്കെ 2 തവണയല്ല 2 മാസം കൂടുമ്പോൾ നിങ്ങളൊന്ന് ഹെയർ കട്ടൊക്കെ ചെയ്ത് കൊടുത്ത് ഇതുപോലെയുള്ള പാക്കുകളൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റൻസ് വരാതെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഞാനിത് സ്കാൽപ്പിലും മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ പാറി പറന്ന് കിടക്കുന്ന മുടി ഞാൻ നെയ്യൊക്കെ തേച്ച് നല്ല ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യുടെ സ്മെല്ല് ഉണ്ടോയെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് നെയ്യുടെ സ്മെല്ലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെയ്യൊന്നും ഇഷ്ടമല്ലാത്തവർ മുടിയിലൊന്നും തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഒഴിവാക്കാം, അല്ലാത്തവർ നിർബന്ധമായിട്ടും ഇന്നത്തെ ദിവസം ഈ പാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സ്പ്ലിറ്റൻസിന്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ പാക്ക് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം, എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം കഴുകുന്നത് ഞാൻ കാണിച്ചു തരാം, ഏത് രീതിയിലാണ് ഞാൻ കഴുകുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനൊരു 15 മിനിറ്റ് നേരം പാക്ക് മുടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കഴുകാം കേട്ടോ. അപ്പൊ കഴുകുന്ന സമയത്ത് നമുക്ക് ഇന്ന് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാം. അപ്പൊ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഷാമ്പു നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കരുത്. അപ്പൊ നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അത് എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ മുടിയോ സ്കാൽപ്പൊക്കെ നന്നായിട്ട് നമുക്ക് കഴുകി എടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ നെയ്യ് ഉപയോഗിച്ച കാരണം തന്നെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും അത്യാവശ്യം നന്നായിട്ട് ഓയിലി ഫീൽ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കഴുകി കളയാം. അപ്പോൾ മുടിയിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് കണ്ടീഷണറാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ കെമിക്കൽ കണ്ടീഷണറാണ് എടുക്കുന്നതെങ്കിൽ മുടിയുടെ സ്കാൽപ്പിൽ നമ്മൾ ഉപയോഗിക്കരുത്, മുടിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മുടിയുടെ മിഡ് ലെങ്ത് മുതൽ നമുക്കിത് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ നാച്ചുറൽ കണ്ടീഷണറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല. സ്കാൽപ്പിൽ മുടിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ മുടിയിൽ നന്നായിട്ട് തേച്ചിട്ട് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാം കേട്ടോ. അപ്പോൾ കണ്ടീഷണർ നമ്മളെ മുടിയിൽ നിന്ന് പോകുന്ന ഒരു സമയം വരെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകി കളയണം. അപ്പോൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുടി കഴുകുന്നതും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കണ്ടീഷണർ പോകുന്ന ഒരു സമയം വരെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകി കളയാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ഹെയർ കെയർ ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തമായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പറ്റുന്നവരാണെങ്കിൽ, ഞാൻ ഈ കാണിച്ചു തന്ന പാക്കും ഈ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇന്ന് ചെയ്ത ഹെയർ പാക്ക് ഉണ്ടല്ലോ, ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്യാം കേട്ടോ. ഡ്രൈ ഹെയർകാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. സ്പ്ലിറ്റൻസ് വരാതിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ, അന്നത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗീ പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഹെയർ കട്ട് ഞാൻ പറഞ്ഞല്ലോ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ നിങ്ങൾക്കൊന്ന് മുടിയുടെ അറ്റം ഒന്ന് വെട്ടിക്കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.